ഞങ്ങളിന്നൊരു ട്രിപ്പ് പോവാണ് കേട്ടോ. ഭയങ്കര സർപ്രൈസ്ഡ് ആയിപ്പോയി ഈ പോക്ക്. കുഞ്ഞോനൊരു വെളുപ്പിന് ഒരു 3 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ വിളിച്ചെഴുന്നേൽപ്പിച്ചു. എന്നിട്ട് നമുക്ക് ഒരിടം വരെയും പോകാനുണ്ട് എന്നും പറഞ്ഞ് അങ്ങനെ കൊണ്ടുപോയതാണ്. പോണ വഴിക്കാണ് പറഞ്ഞ് മൂന്നാറിലേക്കാണ് പോകുന്നതെന്ന്. അങ്ങനെ ഭയങ്കര സന്തോഷമുണ്ടായി. ആദ്യമായിട്ടാണ് മൂന്നാർ പോകുന്നത്. പിള്ളേർക്കും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഒരു പ്ലാനിങ് ഒന്നും ഇല്ലാണ്ടാണ് ഞങ്ങൾ പോയത്. നേരെ ഞങ്ങൾ മൂന്നാറിലെത്തി. അവിടെ ഒരു ആനച്ചാൽ എത്തിയപ്പോഴേക്കും അവിടെ ഒരു ബോർഡ് കണ്ടു. ഒരു എന്താണ് അഡ്വഞ്ചർ പാർക്ക് എന്നൊരു ബോർഡ് കണ്ടു. ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയി. പാർക്കല്ലേ, കുട്ടികൾക്ക് എൻജോയ് ചെയ്യാമല്ലോ എന്നോർത്ത് നേരെ അവിടെ ചെന്നു. പക്ഷേ അവിടെ കയറാതെ പോയിരുന്നെങ്കിൽ അത് വലിയൊരു നഷ്ടമായി പോയേനെ. അത്രയും അടിപൊളിയായിട്ടുള്ളൊരു പാർക്കായിരുന്നു. അവർക്ക് ഭയങ്കര ഹാപ്പിയായി. ശരിക്കും അവർ മാത്രമല്ല, ഇത്രയും മുതിർന്നിട്ട് പോലും ഞങ്ങൾക്കും നന്നായിട്ടത് എൻജോയ് ചെയ്യാൻ പറ്റി. സൂപ്പറായിരുന്നു. അവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഇതുപോലത്തെയൊക്കെ നമ്മൾ ഇതിലിങ്ങനെ വെച്ച് കഴിയുമ്പോൾ ഭയങ്കര പേടിയൊക്കെ തോന്നും. അങ്ങനെയായിരുന്നു. ഇത് കുട്ടികളുടേതായിരുന്നേ. ഇത് രസമാണ്. അവനിത് പ്രതീക്ഷിച്ചത് അങ്ങനെയൊക്കെ കെട്ടി നിന്ന് അവിടെ ചാടിയാൽ മതി എന്നായിരുന്നു. പക്ഷേ ഇത് ഇങ്ങനെ പതിയെ പൊങ്ങിപ്പോയി. പുള്ളിയെ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ശരിക്കും ഞെട്ടിപ്പോയി. ഞെട്ടിയിട്ട് അവൻ ആദ്യമൊക്കെ ഇങ്ങനെ ചിണുങ്ങി കരയാൻ തുടങ്ങി. അത് കഴിഞ്ഞാണ് പിന്നെ ഇത് കൊള്ളാം എന്ന് തോന്നി ചിരിച്ചത്. വാനൂട്ടിയും അടിപൊളിയായിരുന്നു. അവൾക്കും ഇതുപോലെ അവൻ ചാടുന്ന കണ്ടപ്പോൾ പുള്ളിക്കും ഭയങ്കര രസമായിരുന്നു കയറാൻ. പിന്നെ ഇതൊരു ബോട്ടാണ്. ഇത്തരം ബോട്ട് ഇവിടങ്ങളിലൊക്കെ ഉണ്ട് കേട്ടോ. അതിലൊക്കെ ഇതിന് മുമ്പും കയറിയിട്ടുണ്ട്. ഉത്സവത്തിനൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അതിലൊക്കെ കയറിയിട്ടുണ്ട്. പിന്നെ ഇതൊരു ഇതിനെന്താ പറയുക, ഇങ്ങനെ ഊർന്നൊക്കെ വന്ന് അതും ഒക്കെ നല്ല അവർ ശരിക്കും എൻജോയ് ചെയ്തു. നല്ല രസമായിരുന്നു. ഭയങ്കരമായിട്ട് അവർ ഹാപ്പിയായി. അത് കഴിഞ്ഞ് പിന്നെ ഉള്ളത് ഇതുപോലൊരു കാളയുടെ പുറത്ത് കയറുന്നായിരുന്നു. ഇത് അടിപൊളിയായിരുന്നു. അത് കാളയുടെ പുറത്ത് കയറി കഴിഞ്ഞ് കാള ഇങ്ങനെ ആടുമ്പോൾ ഇതുങ്ങൾക്ക് പേടിയായിരുന്നു. മാനുട്ടിക്ക് പക്ഷെ അത്രയും കുഴപ്പമില്ലായിരുന്നു. അവനിത് കയറ്റുണ്ടാന്ന് ഞങ്ങൾ വിചാരിച്ചതാണ്. പക്ഷേ പുള്ളിക്ക് കയറിയേ പറ്റുള്ളൂ എന്ന് വാശി പിടിച്ച് കയറിയിട്ട് അതിനകത്ത് അത് അനങ്ങാൻ തുടങ്ങിയപ്പോഴേക്കും അവൻ ഭയങ്കര അരച്ചിലായി. അയ്യോ എന്നെ ഇറക്കേ, അയ്യോ എനിക്ക് പുറത്തിറങ്ങണേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അരച്ചിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ കളിയാക്കിയാണ് പുറത്ത് കൊണ്ടുവന്നത്. പിന്നെ ഇതുപോലെ ഇങ്ങനെ ഊഞ്ഞാൽ പോലത്തെയൊക്കെ ഉണ്ട്. അതുപോലെ വലിഞ്ഞിങ്ങനെ കയറുന്നത്, ഇതുപോലെ ഒരു നാടാൻ പറ്റിയത്, അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇത് വലിയവർക്ക് മാത്രമേ ഉള്ളൂ, മുതിർന്നവർക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ കയറി തൂങ്ങി നടക്കുന്നത്. ഇതുപോലെ ഒരു തൂക്കുപാലം പോലത്തെ. ഇതിൽ കുട്ടികൾക്കും കയറാം. പിന്നെ മറ്റേതിൽ അങ്ങനെ എല്ലാവർക്കും പറ്റില്ല. പിന്നെ ഇത് റോപ്പിൽ തൂങ്ങി പോകുന്ന സംഭവം, ഇതും അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ അതുപോലെ റോപ്പ് സൈക്കിൾ, ഇത് ഞങ്ങൾ രണ്ടുപേരും അതൊക്കെ കയറി. ഇത് ഊഞ്ഞാൽ, തൊട്ടിലിൽ ഇങ്ങനെ കൊണ്ടുവരുന്ന പോലത്തെ റോപ്പിൻ്റെ. പിന്നെ ഇതൊരു ബലൂണാണ്. അത് വെള്ളത്തിൽ ഇട്ടേക്കുവാണ്. എന്നിട്ട് നമ്മൾ തന്നെ ഇതിങ്ങനെ തള്ളി കൊടുക്കണം കേട്ടോ. ഇങ്ങനെ കറക്കി ഉന്തി പോകണം. പക്ഷേ അവൻ അതിനകത്ത് കയറി ഇത് മറിഞ്ഞ് ചിരിക്കുമായിരുന്നേ. പുള്ളിക്ക് തള്ളിയിട്ടൊന്നും പറ്റുന്നില്ല. ഞാനും കുഴഞ്ഞു. പിന്നെ കണ്ണാടിയുടെ ഒരു ഗ്ലാസ് റൂം പോലത്തെ മിറർ റൂമാണേ. നമ്മൾ ചെല്ലുന്നതും ഡോർ ഏതാ കണ്ണാടി ഏതാ എന്നൊന്നും മനസ്സിലാവില്ലാത്ത ഒരു ഉള്ളിലേക്ക് പോയാൽ നമ്മൾ കൂടുതൽ പെട്ടുപോകുന്ന ഒരു റൂമാണ്. പിന്നെ ഉള്ളത് ഒരു തിയേറ്ററാണ്, 3D തിയേറ്റർ പോലത്തെ. അതിനകത്ത് ഈ 3D കണ്ണടയൊക്കെ വെച്ച് അവരൊരു സിനിമ കാണിക്കും. ആ സിനിമയിൽ അഡ്വഞ്ചർ ആയിട്ടുള്ളൊരു സിനിമയാണ്. അതിനകത്തുനിന്ന് നമ്മൾ അതിലുള്ളിലേക്ക് പോയി നമ്മളാണ് അങ്ങോട്ടൊക്കെ പോകുന്നതെന്നുള്ളൊരു തോന്നലാണ് നമ്മൾ ആ ഒരു സിനിമ കാണുമ്പോഴൊക്കെ ഉണ്ടാവുന്നത്. എന്തായാലും ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു കേട്ടോ ഈ ട്രിപ്പിൽ.